30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും. മാക്സ് വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം ആൻഡ് കേച്ചേരി. കനത്ത മഴയിൽ ചാലിശ്ശേരിയിൽ വീടിനോട് ചേർന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നു. ആളപായമില്ല. ചാലശ്ശേരി പഞ്ചായത്തിലെ ചൗച്ചേരിയിലാണ് വീടിനോട് ചേർന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നത്. പുരണ്ടക്കാട്ടിൽ ശിവരാമന്റെ വീടിന്റെ അടുക്കളയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കിണറായിരുന്നു കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത്. വീടിന്റെ അടുക്കളയുടെ ഒരു ഭാഗവും കിണറിനോടൊപ്പം ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. രാത്രി ശബ്ദം കേട്ടെത്തിയ വീട്ടുകാരാണ് കിണർ ഇടിയുന്നത് കാണുന്നത്. 14 കോൽ ആഴമുള്ള കിണറിലേക്ക് കനത്ത മഴയിൽ വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെയാണ് കിണർ ഇടിഞ്ഞത്. ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന സാഹിറ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി സന്ദർശനം നടത്തി. വീടിനു ചുറ്റും അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന കിണർ മണ്ണിട്ട് മൂടാനും തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരത്ത് ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ വിളിച്ച് വീട്ടിൽ പിന്നെ പുറത്തുനിന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നു. ചപ്പാത്തി ഉണ്ടാക്കി ഇരിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ സൗണ്ട് കേട്ടു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കിണർ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു പൂച്ചെന്ന് വിചാരിച്ചു. പിന്നെ വെള്ളം ഓളം പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി നോക്കാൻ വെച്ചാൽ വീണ്ടും ചപ്പാത്തി ഇട്ട് വീണ്ടും സൗണ്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഓരോ ഭാഗം അത് ഇടിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. അപ്പുറത്തെ പിന്നെ അയൽവാസികളെ വിളിച്ചു, അവരോട് വിവരം പറഞ്ഞു. അപ്പോൾ അവർ ഉറപ്പിച്ചിട്ട് പിന്നെ മറ്റുള്ള വാർഡ് മെമ്പർ വന്നു. അവിടുത്തെ മറ്റേ എല്ലാ പിന്നെ ഇവിടുത്തെ സഹകരണ പിന്നെ പിള്ളേരെല്ലാവരും വന്ന് മൊത്തം തീരുമാനിച്ചു. പിന്നെ മഴ കുറവായ കാരണം നമുക്ക് ഇന്ന് നേരം വെക്കുന്നേരം യാതൊരു പ്രശ്നം ഉണ്ടായില്ല. അന്നത്തെ അപ്പുറത്തെ ഇടിച്ചിൽ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഇപ്പോഴും ചെറിയതായിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് എന്തായാലും ഫുള്ള് പിന്നെ കിണറ്റിൽ കറങ്ങി പോകും. അങ്ങനത്തെ അത് മാത്രമല്ല ഇപ്പുറത്തെ വീടിനും ഭീഷണിയാണ്. അപ്പോൾ നമ്മളത് എന്തെങ്കിലും നിലപാട് ചെയ്യാൻ വേണ്ടി എല്ലാ അധികാരികളും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്.